മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ CPI-എമ്മിന് MM മണിക്കും വിമർശനം. MM മണി CPI ഇല്ലാതാക്കണമെന്ന് പ്രസംഗിച്ചയാൾ. കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും അടക്കം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റമെന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം. തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. മുതിർന്ന നേതാവ് P. പളനിവേൽ മരണപ്പെട്ടതിനെ തുടർന്ന് സമ്മേളനം 2 ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു. കട്ടപ്പന ടൗൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ 798 ബ്രാഞ്ച് സമ്മേളനങ്ങളും 96 ലോക്കലും 10 മണ്ഡല സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മുതിർന്ന നേതാവും സംസ്ഥാന കൗൺസിൽ അംഗവുമായ KK ശിവരാമൻ പതാക ഉയർത്തി. സംസ്ഥാന കൗൺസിൽ അംഗം VK ധനപാൽ ദീപശിഖ കൊളുത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രവും സമർപ്പിച്ചതിനു ശേഷം കട്ടപ്പന ടൗൺ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്രയേലും ആ ഭരണകൂടങ്ങൾ ബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടി അവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ആശുപത്രി കിടക്കുന്നവരെയൊക്കെ കൊന്നൊടുക്കുമ്പോൾ നമ്മുടെ പ്രതിഷേധം ഉയർന്നു വരുന്നത് ആ ഒരു സാർവദേശീയ നമ്മുടെ വീക്ഷണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല. CU ജോയി രക്തസാക്ഷി പ്രമേയവും ജോസ് ഫിലിപ്പ് അനുസ്മരണവും MK പ്രിയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു. VR ശശി സ്വാഗതം ആശംസിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, സത്യൻ മൊകേരി, സുനീർ,
KK അഷറഫ്, P മുത്തപ്പാണ്ടി, വാഴൂർ സോമൻ, MY ഔസേബ്, ES ബിജിമോൾ, ജയ മധു, കുസുമം സതീഷ്, KC ആലീസ്, KJ ജോയിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ CPIM-നും MM മണിക്കും വിമർശനം. MM മണി CPIയെ ഇല്ലാതാക്കണമെന്ന് പ്രസംഗിച്ചയാൾ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ CPIM CPIക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി K സലിംകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ CPIM-നും MM മണിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. MM മണി മന്ത്രിയായിരുന്നപ്പോൾ CPIക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ നിരന്തരം പരിശ്രമിച്ചു. CPI തകരേണ്ട പാർട്ടിയാണെന്ന് 2012 MM മണി പ്രസംഗിച്ചു. KK ജയചന്ദ്രൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം മാറി CV വർഗീസ് എത്തിയപ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാലും ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ CPIയും CPIക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വിമർശിച്ചു. മുന്നണിയിലെ രണ്ടാം കക്ഷിയാണ് CPI എങ്കിലും കേരള കോൺഗ്രസിനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ CPIM പരിശ്രമം നടത്തുന്നു. കേരള കോൺഗ്രസിന് സ്വാധീനമുള്ളത് ഇടുക്കി മണ്ഡലത്തിൽ മാത്രമാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും വനംവകുപ്പിനെതിരെയും വിമർശനമുയർന്നു. വനംവകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മന്ത്രി അറിയുന്നില്ല. ഹിംസമൃഗങ്ങളെക്കാളും അപകടകാരികളായി വനംവകുപ്പ് മാറിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സിറ്റി വിഷൻ, കട്ടപ്പന. കുറ്റ്യാർ വാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും അടക്കം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. സെപ്റ്റംബറിൽ കുറ്റ്യാർ വാലിയിൽ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ സർവേ അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏറെക്കാലമായി വിവാദ ചർച്ചയായി നിലനിൽക്കുന്ന കുറ്റ്യാർ വാലിയിലെ തോട്ടം തൊഴിലാളികളുടെ പട്ടയ പ്രശ്നങ്ങളും നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള നടപടിയാണ് റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി മന്ത്രി നേരിട്ട് ചർച്ച നടത്തി. കുറ്റ്യാർ വാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ 6 RIമാരെ കൂടി ജില്ലാ കളക്ടർ നിയമിക്കും. കുറ്റ്യാർ വാലിയിൽ 10 സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന 770 പേർക്ക് ഫ്ലോട്ട് തിരിച്ച ഭൂമി കണ്ടെത്തി സർവേ പൂർത്തീകരിച്ചു. 5 സെന്റ് നൽകിയിരിക്കുന്ന 2229 പേരിൽ 1849 പേരുടെ ഫ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കുവാനും നിർദ്ദേശം നൽകി. 842 പുതിയ പട്ടയങ്ങളും ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തീകരിച്ചു. 500 പേർക്ക് മുമ്പ് രേഖകൾ നൽകിയിരുന്നു. ഇതിൽ 350 പേർക്ക് മാത്രമേ വാസയോഗ്യമായ ഭൂമി നൽകാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവർക്കും വാസയോഗ്യമായ ഭൂമി നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചു. പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് 1 മാസക്കാലത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ കുറ്റ്യാർ വാലിയിലെ പട്ടയം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. 4 RIമാരെ കൂടി പുതിയതായി ജില്ലാ കളക്ടർ ഇവിടേക്ക് പ്രത്യേകമായി നൽകും. ഒരു വാഹനം ഈ ആഴ്ച മുതൽ 1 മാസക്കാലത്തേക്ക് നൽകും. അങ്ങനെ 6 RIമാരും ഒരു വാഹനവും ഉൾപ്പെടെ പ്രത്യേകമായി നൽകിക്കൊണ്ട് 1 മാസക്കാലത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ കരുതുന്നത്. ഒരു തടസ്സവുമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ആ മേഖലയിലെ പട്ടയം കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വിധത്തിൽ കുറ്റ്യാർ വാലിയുടെ ദീർഘകാലമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ഏതാണ്ട് സമാപനം കാണാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട കൊട്ടാക്കമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഉപയോഗിക്കുവാനും ഉത്തരവ് കളക്ടർ ഇറക്കും. ഡിജിറ്റൽ സർവേ ടീമിന് പ്രത്യേക ക്യാമ്പ് ഓഫീസും വാഹനവും നൽകും. സെറ്റിൽമെന്റ് നടപടികൾ നവംബർ മാസത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ഇവിടുത്തെ നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഇക്കാര്യങ്ങൾക്ക് കുറഞ്ഞ കാലത്തേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രൊസീഡിങ്സ് ഈ ആഴ്ച തന്നെ കളക്ടർ പുറത്തിറക്കും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തസ്തികകളിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ആളുകളെ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിശ്ചയിക്കുകയും ചെയ്യും. ഡിജിറ്റൽ സർവേ ടീം അവിടെ സർവേ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് ഓഫീസും വാഹനവും ഉണ്ടാകും. അത് ഈ പട്ടയ സ്പെഷ്യൽ ടീമിന് കൂടി വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവസരമുണ്ടാകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിട്ടുപോയ നമ്പറുകളിൽ ഉൾപ്പെട്ട ക്ലെയിമുകൾ സ്വീകരിക്കാൻ സബ് കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ആ നടപടിക്രമങ്ങളിലേക്ക് പോവുക. തെറ്റായ ഫോമിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ജില്ലാ തലത്തിൽ തന്നെ പരിഹരിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. സെറ്റിൽമെൻറ്റ് നടപടികൾ ഇപ്പോൾ ഈ കണക്കനുസരിച്ച് നവംബർ മാസത്തോടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതും നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട
ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും. ഇതോടൊപ്പം മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെ 240 പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാഗ്വര SC കോളനിയിലെ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കച്ചേരി സെറ്റിൽമെന്റ്, അന്തോണിയർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ചു നൽകിയിട്ടില്ല. ഇത് പരിഹരിക്കുവാനും തഹസിൽദാരെ ചുമതലപ്പെടുത്തി. എല്ലാ നടപടികളും കൃത്യതയോടെ നിരീക്ഷിക്കുന്നതിന് സബ് കളക്ടർക്കും മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം. പ്രദേശത്തെ 2 സർവേ നമ്പറുകൾ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നതായാണ് പരാതി. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപ് ഉണ്ടായിരുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനയ്ക്കിടെയാണ് പരുന്തുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത്. തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 2100 കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകിയത്. അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടപ്പാക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും നിങ്ങൾക്ക് ആർക്കും, നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണ്, നിങ്ങളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവാം. ആ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജപ്പട്ടയം തയ്യാറാക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്നത്. ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ്. കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരും നിരവധിയുണ്ട്. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കൊടിയിറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയരുന്നത്. സിറ്റി വിഷൻ, പരുന്തുംപാറ. തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം. ആവശ്യമായ പരസ്യം നൽകി ലേലം ചെയ്ത് വിൽപ്പന നടത്തേണ്ടിയിരുന്ന വസ്തുക്കളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തി പഞ്ചായത്തിന് വൻ നഷ്ടം വരുത്തിയതെന്നാണ് ആരോപണമുയരുന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്താണ് ആസ്ഥാനമായ തങ്കമണി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത്. ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്ത് പൊളിച്ചു നീക്കി. എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടത്തിൽ നിന്നും പുനരുപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്തു നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകിയതെന്നാണ് ആരോപണമുയരുന്നത്. ഭരണകക്ഷിയിലെ ചിലരുടെ താൽപ്പര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂട്ടുനിന്നതോടുകൂടി പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന വരുമാനമാണ് നഷ്ടമായത്. ആസ്ബറ്റോസ്, ഒറാലിയം ഷീറ്റുകൾ, ഷട്ടറുകൾ, കരിങ്കല്ലുൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത്. എന്നാൽ കരിങ്കല്ലൊഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയാൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുകയായിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. അനധികൃതമായി വിൽപ്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടുക്കി DCC എക്സിക്യൂട്ടീവ് മെമ്പർ ജോസഫ് മണി പറഞ്ഞു. ഇപ്പോൾ ഈ വസ്തുക്കൾ ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ്. ഏതായാലും ആ സംഭവ സ്ഥലത്ത് സാധനങ്ങളൊന്നുമില്ല. അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു. അതിനുശേഷം വാർത്ത കൊടുത്തു, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പത്രക്കാരുമായി അന്വേഷിച്ചു, പത്ര ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കാമാക്ഷി പഞ്ചായത്തിൽ നിന്ന് മാസങ്ങളായി ഒരു കൊട്ടേഷനോ അതുപോലെ പരസ്യമോ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി പഞ്ചായത്ത് പരസ്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സ്ഥലം നിൽക്കുകയാണെങ്കിൽ ആ പഞ്ചായത്ത് ഏത് പത്രസ്ഥാപനത്തിന് പരസ്യം കൊടുത്തുവെന്നോ ആ പരസ്യം കൊടുത്തതിൻ്റെ, കൊട്ടേഷൻ കൊടുത്തതിൻ്റെ റെസിപ്റ്റും അതുപോലുള്ള ചെലവുകളും ഒക്കെ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് പത്രത്തിൽ കൊടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് തല ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും മറ്റ് പൊതുപ്രവർത്തകരും പറയുന്നു. സിറ്റി വിഷൻ, ഇടുക്കി.
കുമളി പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പഞ്ചായത്തിൽ ലൈസൻസോ ഹെൽത്ത് കാർഡോ ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലും പ്രവർത്തിച്ചു വന്ന നിരവധി മാംസശാലകൾ കണ്ടെത്തിയ കടകൾക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ലൈസൻസ് നേടാത്ത കടകൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെന്ന് കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അറിയിച്ചു. അനധികൃത വില വർധനവിനും നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി. പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി മാംസ വിൽപ്പനശാലകളാണ് കണ്ടെത്തിയത്. അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി മാടസ്വാമി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് പി, രാജേഷ് AN ഇവർ പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. കന്നുകാലി വില വർധനവും ലഭ്യതക്കുറവും മൂലം പ്രതിസന്ധിയിലായ മാംസവ്യാപാരികൾ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാൻ തീരുമാനമായി. കേരള വ്യാപാരി വ്യവസായി കുമളി യൂണിയൻ പ്രസിഡന്റ് മജോ കാര്യമുട്ടത്തിന്റെ അധ്യക്ഷതയിൽ വ്യാപാരി ഭവനിൽ വിളിച്ചു ചേർത്ത മാംസവ്യാപാരികളുടെ യോഗത്തിലാണ് കുത്തനെയുയർത്തിയ ഇറച്ചിവില കുറയ്ക്കാൻ തീരുമാനമായത്. കാലിത്തീറ്റയുടെ വിലയും മറ്റു ചിലവുകൾ ക്രമാതീതമായി ഉയർന്ന് മാടുകളുടെ വില വർധനവിന് കാരണമായതോടെയാണ് കുമളിയിൽ ഇറച്ചി വിലയും ഉയർത്താൻ തങ്ങൾ നിർബന്ധിതരായെന്ന് ഇറച്ചി വ്യാപാരികൾ യോഗത്തിൽ അറിയിച്ചു. 400 രൂപ വിലയുണ്ടായിരുന്ന ഇറച്ചിക്ക് 40 രൂപ വർദ്ധിപ്പിച്ചതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത്. ഇതേ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് 40 രൂപ പിൻവലിച്ച് 400 രൂപ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിന് തീരുമാനിച്ചത്. പോത്തിറച്ചിക്ക് വില വർദ്ധിക്കുന്നതുമായുണ്ടായ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റിലെ ഭാരവാഹികൾ നമ്മുടെ അംഗങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വില തുടരുവാനും അതിനുശേഷം 1 മാസം കഴിയുമ്പോൾ ഒരു നിശ്ചിത വില വർദ്ധിപ്പിച്ച് 20 രൂപ വർദ്ധിപ്പിച്ച് നൽകുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാലികൾക്ക് ഉണ്ടാകുന്ന ക്ഷാമവും വിലവർധനയും വ്യാപാര മേഖലയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് കനത്ത നഷ്ടമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അവരുടെ ഇതിനെ കൊണ്ടുവരുന്നതും കൂലി വർധനവും 1 മാസത്തിന് ശേഷം സാഹചര്യം വിലയിരുത്തി 20 രൂപ വർദ്ധിപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി VK ദിവാകരൻ, ട്രഷറർ ഫിറോസ് ഖാൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. ഇടവേള. സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു. NH85 ഉൾപ്പെടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ സർക്കാർ കോടതിയിൽ പരിസ്ഥിതി സംഘടനകൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച് മലയോര ജനതയോട് കാണിക്കുന്ന വഞ്ചന അവസാനിപ്പിക്കുക, CHRലെയും 1964 ഭൂപതിവ് നിയമപ്രകാരമുള്ള പട്ടയ നടപടിയും നിർത്തിവച്ച കോടതി ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി കാണിച്ചു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31 ബഹുജന പിന്തുണയോടെ NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി. 31 നടക്കുന്ന പ്രതിഷേധ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത വനമാണെന്ന് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ വിധി ഉണ്ടായിട്ടുള്ളതെന്ന് അടിമാലി മഹല്ല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി.
ദേശീയപാത 85ന്റെ ഭാഗമായ നീര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അടിമാലി മഹൽ മേഖല കോർഡിനേഷൻ കമ്മിറ്റിയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഈ മാസം 31 നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുതൽ ധനുഷ്കോടി വരെ 1200 കോടിയുടെ വലിയ ഒരു പദ്ധതിയാണ് ഈ കപട പരിസ്ഥിതിവാദികൾ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. നേര്യമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന് 100 അടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ പ്രതികൂല ഇടപെടലും വനം വകുപ്പിൽ നിന്നുണ്ടാകരുതെന്ന് 2024 മെയ് 28 ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിന് ബദലായിട്ടാണ് പുതിയ വിധി വന്നിട്ടുള്ളത്. വനംവകുപ്പിന്റെ ബിനാമിയായ ഒരു പരിസ്ഥിതിവാദി കൊടുത്ത പൊതു താൽപര്യ ഹർജിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത വനമാണെന്ന വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി ഉണ്ടായിട്ടുള്ളതെന്നും അടിമാലി മഹൽ മേഖല കോർഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KH അലി, അടിമാലി ടൗൺ ജുമാ മസ്ജിദ് രക്ഷാധികാരി ഇമാം ഹാഫിസ് മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി, DKLM മേഖല പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി, മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷറഫ് ഫൈസി, VK യൂനസ്, CS നാസർ, CH അഷറഫ്, സുനീർ കാരിമറ്റം, കരീം പാറക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. മുല്ലക്കാനം കൊച്ചിപ്പ് റോഡിൽ തുണ്ടിയിൽ വളവിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാകുന്നു. വെള്ളിയാഴ്ചയും പൊള്ളാച്ചിയിൽ നിന്നും കോൺക്രീറ്റ് വൈദ്യുത പോസ്റ്റുകളുമായി ചിത്രപുരത്തേക്ക് പോകുകയായിരുന്ന വലിയ ലോറി തുണ്ടിയിൽ വളവ് തിരിയാതെ ക്രാഷ് ബാരിയറിൽ തട്ടി നിന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. രാജാക്കാട്ടിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച 1.5 മണിക്കൂർ കൊണ്ടാണ് ലോറി വലിച്ചുമാറ്റി ഗതാഗത തടസ്സം മാറ്റിയത്. ലോറി ഇടിച്ചതിനെ തുടർന്ന് ക്രാഷ് ബാരിയറിന് സമീപം റോഡരികിൽ വിള്ളൽ വീണിട്ടുണ്ട്. മുല്ലക്കാനം മെല്ലക്കൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ കൊച്ചുപ്പ് വഴിയാണ് അടിമാലി, മൂന്നാർ, രാജാക്കാട്, തേക്കടി, പൂപ്പാറ മേഖലകളിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സമീപ പ്രദേശത്തുള്ള സ്കൂൾ, കോളേജ് ബസ്സുകളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. കൊച്ചുമുല്ലക്കാനം മുതൽ തേക്കിങ്കാനം വരെയുള്ള നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ ഒരു വാഹനങ്ങൾക്കും കടന്നുപോകാൻ കഴിയില്ല. മുല്ലക്കാനത്ത് നിന്ന് തിരിയുന്ന വാഹനങ്ങൾ കൊച്ചുമുല്ലക്കാനം വെള്ളരിങ്ങാട്ടുപടിയിൽ നിന്നും തിരിഞ്ഞ് തകിടിയൽ പടിയിൽ ചെന്നാണ് കൊച്ചുപ്പ് റോഡുമായി സംഗമിക്കുന്നത്. വശങ്ങൾ ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത്. അപകടം നടന്ന തുണ്ടിയിൽ വളവിൽ നിരവധി വാഹനങ്ങൾ ഇതിനു മുൻപും കുടുങ്ങിയിട്ടുണ്ട്. ഇറക്കത്തിലുള്ള കൊടുംവളവിൽ മതിയായ സൂചന ബോർഡുകളോ കണ്ണാടികളോ സ്ഥാപിച്ചിട്ടില്ലാത്തതാണ് ഈ റോഡിൽ പരിചയക്കുറവുള്ള ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ കുടുങ്ങുവാൻ ഇടവരുത്തുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉടുമ്പൻചോല 2 മൈൽ റോഡിന്റെ 95% ജോലികളും പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം നടത്തിയിട്ടില്ല. അതിനാലത്രേ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ വൈകുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട്. മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്നു പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനട യാത്രികരെയും ഒരേപോലെ വലയ്ക്കുകയാണ്. വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയുന്ന സ്ഥിതിയുണ്ട്. ഇത് അപകട സാധ്യത ഉയർത്തുന്നു. നിരന്തര അപകടമാണ്. വലിയ തോതിലുള്ള കുഴി ഒരു വശത്ത്, 2 സൈഡിലും കാട് കാരണം വാഹനം വരുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് വലിയ അപകടമാണ് ഡെയിലി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല.
കൃത്രിമമായ ഓടകളുടെ അഭാവത്ത് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡരിക് പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതും അപകട സാധ്യതയായി നിലനിൽക്കുന്നു. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാർകുട്ടി, വെള്ളത്തൂവൽ, മുതുവാൻകുടി റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം. സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു. വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പതിവ് സംഭവമാണ്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൊന്തക്കാടുകൾ വെട്ടിനീക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി ടൗണിൽ ദേശീയപാതകൾക്ക് നടുവിൽ സ്ഥാപിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു. തുരുമ്പെടുത്ത് ദ്രവിച്ച ഇരുമ്പ് ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിന്നിരുന്നു. പഴയ ഡിവൈഡറുകൾ അപകട സാധ്യത ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി. അടിമാലി ടൗണിൽ ദേശീയപാത 85 കടന്നുപോകുന്ന സെന്റർ ജംഗ്ഷൻ ഭാഗത്തും ദേശീയപാത 185 കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡ് കടന്നുപോകുന്ന ഭാഗത്തുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിക്കപ്പെട്ടത്. സെന്റർ ജംഗ്ഷൻ ഭാഗത്ത് ഗതാഗതം സുഗമമായി നടക്കുന്നതിനും തിരക്കുള്ള ഭാഗമായതിനാൽ കാൽനട യാത്രികർ തോന്നുംപടി റോഡ് മുറിച്ചു കടക്കുന്നത് തടയുന്നതിനും ഡിവൈഡറുകൾ സഹായിച്ചിരുന്നു. കല്ലാർകുട്ടി റോഡിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ നിർമ്മിച്ച അതിനു മുകളിലായിരുന്നു ഇരുമ്പ് ഡിവൈഡറുകൾ ഉറപ്പിച്ചിരുന്നത്. എന്നാൽ വർഷമേറെ പിന്നിട്ടതോടെ ഈ ഡിവൈഡറുകൾ തുരുമ്പെടുത്തും ദ്രവിച്ചും നശിച്ചു. ചിലത് കാലപ്പഴക്കത്താൽ നിലം പതിച്ചു, മറ്റു ചിലത് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന നിലയിലുമായി. ഇതോടെ അപകടാവസ്ഥ ഉയർത്തുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നു. നടപടിയുണ്ടാകാതെ വന്നതോടെ പ്രതിഷേധവും ഉയർന്നു തുടങ്ങിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ അപകടാവസ്ഥ ഉയർത്തിയിരുന്ന പഴയ ഡിവൈഡറുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പഴയവ നീക്കുന്നതിനൊപ്പം പുതിയ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇതിനായുള്ള ജോലികൾ ആരംഭിച്ചു. വൈകാതെ കാലപ്പഴക്കം ചെന്ന ഇരുമ്പ് ഡിവൈഡറുകൾ ഉയർത്തിയിരുന്ന അപകടാവസ്ഥ ടൗണിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകും. സിറ്റി വിഷൻ, അടിമാലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗം KPCC മെമ്പർ R. ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ എത്രമാത്രം അദ്ദേഹത്തെ പറ്റി പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. ഏതായാലും ഈ 2ാം ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉള്ള ആളുകൾക്കും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ 2ാം അനുസ്മരണ സമ്മേളനം നിങ്ങളുടെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KP ഗോപിദാസ്, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, കിങ്ങണി രാജേന്ദ്രൻ, MD തോമസ്, സുജിത്, സിനി മൂലൻകുഴിയിൽ, ടിൻസൺ, സാജു പഴപ്ലാക്കൽ, ബിജു കുട്ടുപുഴ, തങ്കച്ചൻ പുളിക്കൽ, ജോയി തമ്പുഴ, ജോസ് കുന്നുംപുറത്ത്, ഓമന ബാബുലാൽ, അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി. പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനവും പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് MM വർഗീസ്, ബിജു ദാനിയൽ, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PP റഹീം, പ്രസാദ് മണി, ഹൈദ്രോസ് മീരാൻ, ബിനോയ് നടുപ്പറമ്പിൽ, മജോ കാരിമുട്ടൻ തുടങ്ങിയവർ അനുസ്മരിച്ചു. നേതാക്കളായ സനു പുതുപ്പറമ്പിൽ, TN ബോസ്, അബ്ബാസ് അലി, ജസ്റ്റിൻ ജോൺ, മണി മേഖല, സാലി ജേക്കബ്, ഇന്ദിര സുബ്രഹ്മണ്യം തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ CPI-എമ്മിന് MM മണിക്കും വിമർശനം. MM മണി CPI ഇല്ലാതാക്കണമെന്ന് പ്രസംഗിച്ചയാൾ. കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും അടക്കം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം. തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.